സുധാകരന്റെ വിഷയം തന്നെയാണ് ആദ്യം. എന്തായാലും സുധാകരനെതിരെ പ്രതിഷേധം ആലപ്പുഴയിൽ ശക്തമായി തുടരുകയാണ്. അതിനിടയിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുകയാണ്. പ്രതിഷേധങ്ങൾ ശക്തമാക്കിയും കൂടുതൽ പ്രതികരണം നടത്തിയും സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിന് അമിത പ്രാധാന്യം നൽകേണ്ട എന്നാണ് പാർട്ടിയുടെ തീരുമാനം. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് സെക്രട്ടേറിയറ്റ് അന്തിമ രൂപം നൽകും. ഒപ്പം തന്നെ ഉഭയകക്ഷി ചർച്ചകളിലും ഇന്ന് തീരുമാനമാകും. അൻഫിലിറ്റ് ചേരുകയാണ്. അൻഫിലിറ്റ്, ഗുഡ് മോർണിംഗ്. എന്തായാലും അവസാന നിമിഷം വരെ CPM വളരെ പ്രതീക്ഷയിലായിരുന്നു. കാരണം സുധാകരന്റെ ഭാഗത്തു നിന്നും പാർട്ടിക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാകില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സ്വതന്ത്രനായി എവിടെ നിന്നും ജനവിധി തേടുകയാണ്. അതിനിടയിലാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ ചേരുന്നത്. എന്ത് നിലപാടായിരിക്കും ഇന്ന് യോഗം സ്വീകരിക്കുക, കൈക്കൊള്ളുക? ലിജിൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് CPM ഇന്ന് ചേരുന്നത്. കാരണം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുക, അതാണ് പ്രധാന അജണ്ട. അതായത് സ്ഥാനാർത്ഥി പട്ടികകൾ ഏറെക്കുറെയൊക്കെ CPM കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റി ചെന്നപ്പോഴുമൊക്കെ തന്നെ അതിനകത്ത് അന്തിമ ധാരണയും രൂപമൊക്കെ ആയിരുന്നു. എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ വലിയ തോതിൽ തർക്കമോ മറ്റു പാർട്ടികളിലുള്ളതുപോലെ തർക്കങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് CPM സിറ്റിംഗ് MLA മാർ ഏറെക്കുറെ എല്ലാവരും എല്ലാ മണ്ഡലങ്ങളും ഏറെക്കുറെയാണ് മത്സരിക്കുന്നു. അതിനകത്ത് തർക്കമില്ല. പിന്നെയുള്ളത് മറ്റു ചില പ്രധാന പ്രമുഖ സ്ഥാനാർത്ഥികളെ ചൊല്ലിയാണ്. അവിടെയും ചില നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ഒറ്റ സ്ഥാനാർത്ഥിയുടെ പേര് തന്നെയാണ്. ഒന്നിലധികം ഒരിടത്തും തന്നെ വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു തർക്കത്തിൻ്റെയോ ഒരു കൂടുതൽ ചർച്ചയുടെയോ തന്നെ ആവശ്യം CPM ഒരു സ്ഥാനാർത്ഥികളെയും ചുറ്റിയും കൂടുതൽ ചർച്ചകളുടെ ആവശ്യം വരുന്നതുമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കൂടുതൽ ചർച്ചകൾക്ക് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമയം കളയാനില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് 10 മണിയോട് ചേരുന്നു. അതിനുശേഷം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുടെ ഒരു അന്തിമ രൂപം ഉണ്ടാകുന്നു. പക്ഷേ പ്രഖ്യാപനമൊന്നും ഉണ്ടാവുകയില്ല. അതേസമയം ചർച്ച നടക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ചുറ്റിയാണ്. കാരണം പാർട്ടിക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടതുണ്ട് പലയിടത്തും. അതിൽ തന്നെ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അതുമാത്രമാണ് ഇന്ന് നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ചയുടെ രൂപേണ വരുന്നത്. എന്നാൽ പോലും അതൊരു ഉച്ചയോട് കൂടി മുമ്പ് തന്നെ അതിനും വലിയ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കാത്ത തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ പ്രഖ്യാപനം ഉണ്ടാവുകയില്ല. പക്ഷെ നമുക്ക് വിവരങ്ങളൊക്കെ അറിയാൻ കഴിയും. ഏറെക്കുറെ എവിടെയൊക്കെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെന്ന വിവരം ഉച്ചയാകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ വിജ്ഞാപനം വന്ന് മണിക്കൂറുകൾക്കകം പ്രഖ്യാപിക്കാനാണ് തീരുമാനം. ഇന്നുകൊണ്ട് അന്തിമമായ രൂപം, അതായത് എവിടെയൊക്കെ CPM മത്സരിക്കുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു, അതിലൊക്കെ തന്നെയും കൃത്യമായ രൂപരേഖ, കൃത്യമായ അന്തിമമായ രൂപം ഉണ്ടാക്കി വയ്ക്കുക. അതാണ് ഇന്ന് ചെന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രധാന അജണ്ട. CPI-യിലായാലും തന്നെ ഏറെക്കുറെ എല്ലാം തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. വിജ്ഞാപനം വരുന്നതിന് മണിക്കൂറുകൾക്കകം പ്രഖ്യാപിക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. ഉഭയകക്ഷി ചർച്ചകളിലാണെങ്കിൽ ചില ഘടകകക്ഷികളിൽ മാത്രമാണ്. ഇപ്പോൾ കേരള കോൺഗ്രസിന് ഒരു സീറ്റ് അധികം നൽകുക എന്നതും മറ്റ് രണ്ടിടത്തും, അതായത് തിരുവനന്തപുരം സെൻട്രലിലെ സീറ്റിൽ ആരെ നിർത്തണമെന്നതിൽ അങ്ങനെ 1-2 ഘടകകക്ഷികളുമായ ചില ചർച്ചകൾ മാത്രമാണ് ഒരു താമസമുള്ളത്. അതുമൊക്കെ തന്നെ ഇന്നും നാളെയുമായി അതിനകത്തും അന്തിമമായ രൂപം ഉണ്ടാക്കാൻ തന്നെയാണ് തീരുമാനം. ഏറെക്കുറെ പ്രതീക്ഷിക്കുന്നത് തിങ്കളാഴ്ചയോടെയൊക്കെ വിജ്ഞാപനം വരുമെന്നാണ്. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ച കൊണ്ട് തന്നെയൊക്കെ ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളും CPM നടത്തുമെന്നും പ്രതീക്ഷിക്കുകയാണ്. മറ്റൊന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുന്ന ഒരു ചർച്ചയ്ക്കുണ്ടാകാനുള്ള സാധ്യത സുധാകരനുമായി കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആ വിവാദം രാഷ്ട്രീയ കൊള്ളക്കം തന്നെയാണ്. കാരണം സുധാകരനെതിരെ വളരെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും വികാരവുമാണ് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകുന്നത്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. പോസ്റ്റർ ഒട്ടിക്കുന്ന അടക്കം തന്നെ ശക്തി പ്രകടനങ്ങൾ വിവിധയിടങ്ങളിൽ നടത്താനൊക്കെ ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ചില നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സമിതി നേതൃത്വം പറയുന്നത് അങ്ങനെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുകയും വലിയ തോതിലുള്ള കടുത്ത പ്രതികരണങ്ങൾ അദ്ദേഹത്തിനെതിരെ നടത്തുകയും ചെയ്ത് സ്ഥാനാർത്ഥിത്വത്തിനും ഇദ്ദേഹത്തിന് ഇറങ്ങിപ്പോക്കിനും അമിതമായ പ്രാധാന്യം നൽകേണ്ടതില്ല എന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആ രീതിയിലൊരു നിർദ്ദേശം കീഴ്ഘടകങ്ങൾ പോകുമോ, ഒരുപക്ഷെ കീഴ്ഘടകങ്ങൾ നടത്തുന്നതിലേക്ക് വൈകാരിക പ്രകടനങ്ങൾ മാത്രം കണ്ട് അതിനൊരു അവഗണിച്ച്, അതായത് സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഒരു അവഗണന നൽകി മറ്റു സ്ഥാനാർത്ഥികൾ ആരൊക്കെ പാർട്ടി വിട്ട് എവിടേക്ക് പോകുന്നു അതേ രീതിയിൽ കണ്ടാൽ മതി എന്നൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ അതിനെ പാർട്ടി എങ്ങനെ ഓവർകം ചെയ്യുമെന്നതിനെക്കുറിച്ചുള്ള തന്ത്രങ്ങളും ചർച്ചകളും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. ലിജിൻ, ശരി അൻഫിലിറ്റ്. എന്തായാലും CPM സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയേക്കും. ഏറ്റവും പ്രധാനം സുധാകരനുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ചർച്ചയ്ക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അജയ് കൂടെ ആലപ്പുഴയിൽ നിന്നും ചേരുന്നുണ്ട്. അജയ്, കഴിഞ്ഞ ദിവസം തന്നെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. പ്രത്യേകിച്ച് സുധാകരൻ വർഗ്ഗവഞ്ചകൻ എന്നതടക്കമുള്ള പോസ്റ്ററുകൾ അവിടെ പതിക്കുകയാണ് ജില്ലാ നേതൃത്വം. എന്തായാലും ഇനി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ നേതാവിനോട് ഇനി മൃദു സമീപനം വേണ്ട എന്ന നിലപാടിലേക്ക് തന്നെയാണോ പോകുന്നത്?
ഇതിൽ പ്രധാനമായും അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദ്യഘട്ടത്തിൽ ഈ പ്രതിഷേധം വന്നത്. അതായത് രക്തസാക്ഷികൾ സിന്ദാബാദ്, വർഗവഞ്ചകന് മാപ്പില്ല, വോട്ടില്ല എന്ന പോസ്റ്ററാകുന്നു അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പതിക്കുന്ന സാഹചര്യമുണ്ടായത്. അത് വി സുധാകരന്റെ വീടിന് സമീപവും ഈ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ സമീപവും എല്ലാം തന്നെ ഈ പോസ്റ്റർ പതിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം രാത്രി ഏറെ വൈകി വി സുധാകരന്റെ ജന്മനാടായ താമരക്കുളത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. മുദ്രാവാക്യങ്ങൾ സുധാകരനെതിരെ വലതിന്റെ എച്ചിൽ നക്കിയ സുധാകരന് മാപ്പില്ല എന്ന രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നത്. പക്ഷേ അപ്പോൾ പോലും ആ ഘട്ടത്തിൽ ആർ നാസർ പറഞ്ഞത് ഇത് പാർട്ടിയുടെ അറിവോടുകൂടി നടക്കുന്ന പരിപാടികളല്ല, പാർട്ടി അറിയാതെ നടക്കുന്നത്, പ്രവർത്തകരുടെ പെട്ടെന്നുണ്ടായിട്ടുള്ള രോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലേക്കുള്ള പ്രതിഷേധങ്ങൾ, പ്രകടനങ്ങൾ നടക്കുന്നതെന്നാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി ആർ നാസർ സൂചിപ്പിച്ചത്. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ച് ഇതിനെ വലിയ പ്രതിഷേധങ്ങളിലൂടെ നേരിടാനല്ല പാർട്ടി നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി ലോക്കൽ തലങ്ങളിൽ ജനറൽ ബോഡികൾ വിളിച്ച് എന്തുകൊണ്ടാണ് സുധാകരൻ പാർട്ടി വിട്ടു പോകാനുണ്ടായ സാഹചര്യം, ആ സാഹചര്യം അണികളെ ബോധ്യപ്പെടുത്തുക എന്ന മർമ്മപ്രധാനമായിട്ടുള്ളൊരു തന്ത്രമാണ് CPM നിലവിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെ തന്നെ യോഗങ്ങൾ ചേരുവാനുള്ള തീരുമാനങ്ങൾ എടുത്തു. ഇന്നലെയും ഇന്നുമായി അതിന്റെ യോഗങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ലോക്കൽ തലങ്ങളിൽ ജനറൽ ബോഡികൾ വിളിച്ച് പാർട്ടി പ്രവർത്തകരുടെ യോഗം വിളിച്ച് സുധാകരൻ അധികാരമോഹിയാണെന്നും അധികാരത്തിന്റെ ഒരു അധികാരം നേടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പാർട്ടി വിട്ടതും എന്നുള്ള കാര്യങ്ങൾ അണികളെ ബോധ്യപ്പെടുത്തുക, ആ നിലയിലേക്ക് ഒരു അധികാരമോഹത്തിന്റെ ഭാഗമായിട്ടാണ് സുധാകരൻ പാർട്ടി വിട്ടു പോയത്, ആ നിലയിലേക്കുള്ള ഒരു നിലപാട് ശരിയല്ല എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പാർട്ടി ഇതിനെ കാണുന്നത്. എന്തായാലും പ്രതിഷേധങ്ങൾ ഇനിയും പല കോണുകളിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുൻപ് സൂചിപ്പിച്ചപോലെ തന്നെ സംസ്ഥാന ജില്ലാ നേതൃത്വം തന്നെ ഈ നിലയിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് എടുക്കാൻ സാധ്യത. അതുതന്നെയാണ് നിലവിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും എടുത്തിട്ടുള്ളത്. പ്രത്യക്ഷത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകേണ്ട, പക്ഷെ അപ്പോഴും പാർട്ടിക്കുള്ളിൽ കൃത്യമായി പാർട്ടി പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുക, സുധാകരൻ എന്തുകൊണ്ടാണ് ഈ പാർട്ടി വിട്ടു പോയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അവബോധം ഈ പാർട്ടി പ്രവർത്തകർക്കിടയിൽ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യമാണ് CPM ഉദ്ദേശിക്കുന്നത്. പ്രതിഷേധങ്ങൾ ഇനിയും അപ്പോഴും തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കണം. അനുഭാവികൾ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തകരുണ്ട് ആലപ്പുഴ ജില്ലയിൽ. സ്വാഭാവികമായും അവരുടെ എല്ലാം ആ നിലയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ചേർത്ത് വെക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. സുധാകരന് കെട്ടിവെക്കാനുള്ള തുക INTUC-യുടെ സംഘടന, അതായത് കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTUC-യുടെ കയർ കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയൻ നൽകിയതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. എന്തായാലും ആ തുക സുധാകരൻ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു UDF പിന്തുണ സുധാകരൻ ലഭിച്ചാൽ സുധാകരൻ അത് കൈനീട്ടി സ്വീകരിക്കുമോ എന്നുള്ളതും വലിയ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ അതിനെ സംബന്ധിച്ചെല്ലാം ഒരു വ്യക്തത വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, എന്തായാലും വലിയ നിർണായകമായിട്ടുള്ള നീക്കം തന്നെയാണ്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം തന്നെ ചോദിച്ചപ്പോൾ, മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അധികാരമോഹമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരമുണ്ട്, മറ്റെല്ലാവരും സന്യസിക്കാനാണല്ലോ മത്സരിക്കുന്നത് എന്നായിരുന്നു. സ്വാഭാവികമായും ഇന്ന് ഈ പാർട്ടി അനുയായികളെ, അണികളെയൊക്കെ ഇത്തരത്തിൽ ബോധ്യപ്പെടുത്താൻ CPM ശ്രമിക്കുമ്പോഴും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുകയാണ്. എന്തായാലും പ്രതിഷേധം കൂടുതൽ കനപ്പിക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അദ്ദേഹത്തിന് കൂടുതൽ ഹൈപ്പ് കൊടുക്കേണ്ട എന്നാണ് CPM-ന്റെ ഒരു തീരുമാനം.